നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാത്തിരിക്കും എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടനിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാനായി ഒരു അദൃശ്യ ശക്തിയുടെ സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ. ഞാൻ ഇന്ന് എന്റെ കാർത്തിയെ കൊണ്ട് വിഷ്ണു ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞ അവന്റെ കല്യാണം. നീ ഇവന്റെ ജീവിതത്തിലേക്ക് എന്ന് കേറിയോ അന്ന് മുതൽ തുടങ്ങിയ ദുരിതം എന്റെ കൊച്ചിന്. ഇനിയെങ്കിലും ഇവനെ ഒന്ന് ജീവിക്കാൻ വിട്. അമ്മേ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇവളെ ഇപ്പൊ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒഴിവാക്കി വിട്ടില്ലെങ്കിൽ ഇത് നിന്റെ തലേന്ന് പോവില്ല വിഷ്ണു. അട്ടയെ പോലെ പറിച്ചു മാറ്റിയാലും അള്ളി പിടിക്കും. അതാ ഇനം. കുറെ നാൾ ഒന്നിച്ചൊരു വീട്ടിൽ കഴിഞ്ഞ് ബന്ധം വെച്ച് പറയാ, ദയവ് ചെയ്ത് എന്റെ മകനെ നീ ശല്യം ചെയ്യരുത്. ഇവരൊന്ന് ജീവിച്ചോട്ടെ. മകന്റെ ജീവിതത്തിന് വേണ്ടി ഒരമ്മയുടെ അപേക്ഷയായിട്ട് കരുതിയാൽ മതി. ഉപദ്രവിക്കാതെ ഒന്ന് പോ ഞങ്ങളുടെ മുമ്പിൽ നിന്ന്. പോകാനാ പറഞ്ഞത് വിഷ്ണു, പോകാനല്ലേ പറഞ്ഞത്. പോകാൻ. വിഷ്ണു, ഇവിടെ ചടങ്ങുകൾ ബാക്കിയുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇത് എന്നാലും ഞാൻ കുറച്ചു മുമ്പ് ഇയാളെ കണ്ടതാണല്ലോ. ഇതെങ്ങോട്ട് പോയി? ഹർഷ, നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ നിന്നെ സഹായിക്കാൻ ചിലപ്പോ ഈ നമ്പറിന് കഴിഞ്ഞേക്കും. ഇതാരുടെ നമ്പരാ? മധുശ്രീ, എന്റെ ഒരു പരിചയക്കാരിയാ. അത്യാവശ്യം ഉടായ്പ പിടിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇവള് ബെസ്റ്റാണ്. നീ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്, ചിലപ്പം ഗുണം ചെയ്താലോ. എല്ലാം ശരിയാവും ഹർഷ. ഇനി നമ്മൾ കാണുമ്പോ നിനക്കൊപ്പം കാർത്തിക ഉണ്ടാവും. ഇതെന്റെ കാർഡാ. നീ അവിടെ എത്തുമ്പോ വിളിക്കും. ശരിയാ, പോട്ടെ. ഓക്കെ. ഇത് അയാളല്ലേ? ഏയ് സാർ, സാർ, സാർ ഒന്ന് നിർത്തണേ. ചേട്ടാ, ഞാൻ പറഞ്ഞ ആളെ കണ്ടിരുന്നോ? ആ മാഡം, ദേ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ കാർഡാണ് മാഡം ഇത്. The number you are calling is not reachable. Please call again later.
അതെ, ഇനി കാണുകയാണെങ്കിൽ എന്റെ നമ്പർ അറിയാലോ, അതിലേക്ക് വിളിക്കണം. ശരി മാഡം. സത്യാമ്മയുടെ വാക്കുകളല്ല, വിഷ്ണുവേട്ടന്റെ മൗനമാണ് വിഷ്ണുവേട്ട എന്നെ തകർത്ത് കളയുന്നത്. എനിക്കേറെ വേദന ഉണ്ടാക്കുന്നതും അത് തന്നെയാ. സത്യാമ്മ അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ ഒരു വാക്ക് വിഷ്ണുവേട്ടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്തവരാ നമ്മള്. ഒരുപാട് സ്വപ്നങ്ങളും നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ. എന്നിട്ടും എന്നിലെ സ്നേഹം മനസ്സിലാക്കിയെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരാശ്വാസവാക്ക് വിഷ്ണുവേട്ടന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായില്ലല്ലോ. ഇനി ഒരു പിടിവെള്ളി ഞാൻ കാണുന്നില്ല എന്റെ വിഷ്ണുവേട്ടൻ. ഓടി തളർന്നു വന്നിരിക്കാം വിഷ്ണുവേട്ടന്റെ ശാലിനി. ഇത്രയും നാള് ജീവിച്ചത് വിഷ്ണുവേട്ടനിലേക്ക് എന്തെങ്കിലും എത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയാ ഇന്നെന്നേക്കുമായി അസ്തമിക്കാൻ പോകുന്നത്. അഗ്നിസാക്ഷിയായ എന്റെ കഴുത്തിൽ അണിയിച്ച താലി പോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലും വിഷ്ണുവേട്ടൻ താലി കെട്ടാൻ പോകുന്നു. അതായത് വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒരു പടിയിറക്ക്, ഒരു പറിച്ചു മാറ്റം. പക്ഷെ അവസാന നിമിഷം വരെ വിഷ്ണുവേട്ടന് വേണ്ടി ഈ ശാലിനി പൊരുതും. കാരണം എനിക്ക് എന്റെ വിഷ്ണുവേട്ടനല്ലാതെ മറ്റാരുമില്ല. ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരികയില്ല. അതെന്റെ വിശ്വാസം. ഇപ്പോഴും പ്രതീക്ഷയില്ല. എന്നെ തേടി എന്നെ സഹായിക്കാനായി എവിടെ നിന്നെങ്കിലും ഒരു കോള് വരുമെന്നുള്ള പ്രതീക്ഷ. ചിലപ്പോ തോന്നലാവാം, മനസ്സിലെ ആഗ്രഹവും ആവാം. എന്തായാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ കീഴടങ്ങി തരാൻ ഒരുക്കമല്ല. കാത്തിരിക്കും. എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടനിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാനായി ഒരദൃശ്യ ശക്തിയുടെ സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.